ഹലോ, സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവാണ്. അധിക സമയമൊന്നും നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കിയാലോ. നമുക്കിഷ്ടമുള്ള അത്ര വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ വളരെ കുറച്ച് ബ്രക്കോളി എടുത്തിട്ടുണ്ട്. ചിലർ അതിലേക്ക് യൂസ് ചെയ്യുക പിന്നെ കോളിഫ്ലവർ ആട്ടോ. നിങ്ങൾക്ക് ബീൻസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പാനിലേക്ക് നമ്മളൊരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ. അങ്ങനെ ഈ ബട്ടർ മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് 2 റെഡ് ചില്ലീസ് ഇടാം കേട്ടോ. ചുവന്ന മുളക് നമുക്കതിലേക്ക് കട്ട് ചെയ്തിടാം. ഇനി അതൊന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളൊരു സവാളയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കുനുകുനാന്നരിഞ്ഞ ഒരു ചെറിയ സവാളയാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സാധനങ്ങളുടെ അളവ് കൂട്ടുകയും ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ 4 പേരാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പാകത്തിനാണ് നമ്മൾ ഇവിടെ പുലാവ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുതേ. വളരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതും അതുപോലെ തന്നെ ഫ്ലെയിം വളരെ കുറച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടിയാണ്. ഈ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ബ്രോക്കോളി ഇട്ട് കൊടുത്തു, പിന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ലേശം ക്യാപ്സിക്കം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി ഒരല്പം പുതിനയില, അതുപോലെ തന്നെ ഒരല്പം മല്ലിച്ചപ്പ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ല. അവർക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. നിങ്ങൾ വളരെ കുറച്ച് ഉപ്പ് ഉപയോഗിക്കുന്നവരാണ്, അപ്പം അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉപ്പ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള 2 കപ്പ് കൈമാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് കൈമയാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഇതിലേക്ക് ഉപയോഗിക്കാം. ബസുമതി ആണെങ്കിൽ ബസുമതി ഉപയോഗിക്കാം. എന്നിട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ട് പച്ചക്കറിയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്നുകൂടി നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് കപ്പ് അരിയിലേക്ക് 4 കപ്പ് വെള്ളമാണ് കേട്ടോ അതിൻ്റെ കണക്ക്. അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം. ചൂട് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടച്ചു വയ്ക്കാം. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ചെയ്യണേ. ഇനി ഞങ്ങൾ ഇതിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു ലേശം ബട്ടർ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ സിമ്പിളാണ് ഈ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക.